നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വന്ന മധ്യ കേരളത്തിലൂടെ ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എസ് വിജയകുമാർ ഇഷ്ടമുള്ള ഒരു മണ്ഡലമാണ് ആറന്മുള. ഏറെ ഇഷ്ടമുള്ള അതെ ആറന്മുള വള്ളസദ്യയൊക്കെ ഇപ്പൊ കഴിഞ്ഞ വർഷം പോയി കഴിച്ചതേ ഉള്ളൂ. അതെ. അപ്പോൾ നമ്മൾ LDF-ലെയും UDF-ലെയും സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത് കഴിഞ്ഞ തവണ ഓർത്തഡോക്സ് വിഭാഗത്തിലെ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളിൽ കുറച്ചെന്ന് വെച്ചാൽ വളരെ അധികം ആർക്ക് കിട്ടിയിരുന്നു? വീണ ജോർജിന് കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ അത് കിട്ടാനുള്ള സാധ്യതയില്ല എന്നതാണ് അബിൻ വർക്കി ഇറക്കിയിരിക്കുന്ന കോൺഗ്രസ് പറയുന്നത്. ആർക്ക് കിട്ടുമെന്നുള്ളത് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 10 കൊല്ലമായി വീണ ജോർജ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ നിലനിർത്തിയാൽ ഒരു ഊഴം കൂടി കിട്ടും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ LDF ക്യാമ്പിലുണ്ട്. അതുപോലെ തന്നെ മണ്ഡലത്തിൽ കുറെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കിയത് അതൊക്കെയാണ് LDF ഉയർത്തിക്കാട്ടുന്നത്. അപ്പോഴും ഈ വകുപ്പൊരു പ്രശ്നമാണല്ലേ? അതെ. ഇന്ന് രാവിലെ ആശാ വർക്കേഴ്സ് അവരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുപോലെ കത്രിക വയറ്റിൽ കുടുങ്ങിയ ഹർഷീനയുടെ പ്രതിഷേധം. അവിടെ അവരൊക്കെ വോട്ട് ചോദിക്കുന്നതിന്റെ ഭാഗമായി, അതായത് വീണ ജോർജിനെ പരാജയപ്പെടുത്തണം. അബിൻ വർക്കിയുടെ കൂടെ പോയാണ് ഹർഷീന വോട്ട് ചോദിക്കുന്നത്. അതാണ്. അപ്പൊ അതൊക്കെ ഈ മണ്ഡലത്തിൽ ആരോഗ്യ വകുപ്പിന്റെ കൂടി വിലയിരുത്തലായി വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെ വോട്ടാകുമോ എന്നറിയില്ല. പക്ഷെ അതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അബിൻ വർക്കി അവിടെ നടത്തുന്നത്. അബിന്റെ കാര്യം ഞാൻ പറയട്ടെ. അബിൻ എറണാകുളത്തു നിന്നാണ് ആറന്മുളയ്ക്ക് വണ്ടി കയറിയത്. അബിൻ വർക്കിയുടെ ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട്, അതായത് വീണ ജോർജിന് വെല്ലുവിളിയാകുന്ന ഒരു ഘടകം, അബിൻ പെട്ടെന്ന് ആളുകളുമായിട്ട് ജെല്ലാകുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അബിന്. ഇപ്പൊ ഇന്നാണ് എസ് വിജയകുമാറിനെ പരിചയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അടുത്ത തവണ കാണുമ്പോഴും വിജയ എന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ പേര് ഓർമ്മയിൽ സൂക്ഷിക്കും. അതുപോലെ തന്നെ ആളെ മറക്കില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മണ്ഡലത്തിൽ എത്തി താമസിച്ചാണ് വന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളാണ്. അതൊക്കെ മറികടക്കാനായിട്ട് അവർ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ ചർച്ചകളിലേതുപോലെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. വസ്തുതകൾ നിരത്തി ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അബിൻ വർക്കിക്ക് അവിടെ അനുകൂല ഘടകമുണ്ട്. കുമ്മനം രാജശേഖരൻ വീണ ജോർജിന് കഴിഞ്ഞ തവണ കിട്ടിയ കുറെ വോട്ട് കൊണ്ടുപോകും. അതെ. അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കിക്ക് കുറെ കൂടി കാര്യങ്ങൾ എളുപ്പം. ഇനി എങ്ങാനും കുമ്മനം അവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കുമോ? കുമ്മനം രാജശേഖരൻ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അത് പലയിടങ്ങളിലും പല പഞ്ചായത്തുകളിലും മുന്നേറ്റമുണ്ട്. ചരിത്രം എങ്ങനെയാണ് വിജയേട്ടാ? അതിങ്ങനെ കയറി ഇറങ്ങി കിടക്കാണ്. അവിടെ സ്ഥിരമായി ശിവദാസൻ നായരൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ചരിത്രം നമുക്കറിയാം. 57 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ 9 തവണ കോൺഗ്രസ് മുന്നണിയെയും 7 തവണ ഇടതു മുന്നണിയെയും ആറന്മുള ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആർക്കും സാധ്യതയുണ്ട്. അത് ആർക്കും ജയിക്കാവുന്നതാണ്. ആരുടെയും കുത്തകയല്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് കേട്ടോ. ഉണ്ട്. ഭരണവിരുദ്ധ വോട്ടുകൾ UDF-നും NDA-യും തമ്മിൽ അത് വിഭജിക്കപ്പെടും എന്നുള്ളത് ഒരു ആശ്വാസമാകുന്നുണ്ട്. അത് NDA അവിടെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ഇവിടെ തീരുമാനിക്കാതെ നിൽക്കുകയാണ് കേട്ടോ. തീരുമാനിക്കാതെ നിൽക്കുന്ന വോട്ടർമാരെ കുറിച്ച് നമ്മൾ ആറന്മുളയിൽ പറയാതെ പോകാൻ പറ്റില്ല. 36% തീരുമാനം എടുത്തിട്ടില്ല. ആരെ വിജയിപ്പിക്കണം? അബിൻ വർക്കി വേണോ വീണ ജോർജ് വേണോ? വീണ ജോർജ് വേണോ അബിൻ വർക്കി വേണോ? 36% തീരുമാനിച്ചിട്ടില്ല എന്നതാണ് മണ്ഡലത്തിലെ ഒരു യാഥാർത്ഥ്യം. ഇനി LDF വേണോ UDF വേണോ? അതിനും തീരുമാനമെടുത്തിട്ട് ആറന്മുളക്കാർ തീരുമാനം എടുക്കാനൊക്കെ കുറച്ച് പുറകോട്ടാണ്. കാരണം അവിടെ കുമ്മനം നിൽക്കുകയാണ്. കുമ്മനം രാജശേഖരൻ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ മണ്ഡലത്തിൽ പരിചിതനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോകുന്ന വോട്ടുകൾ അത് ആർക്ക് ഗുണമാകും എന്നുള്ളതാണ് അറിയേണ്ടത്. പഴയ സിനിമയിൽ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ആയല്ലോ എന്ന് പറയാവുന്ന തരത്തിലാകെ പ്രശ്നമാണ് ആ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ.